കലാഭവൻ മണിയുടെ വിയോഗം ഇന്നും മലയാളികളെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. കരൾ രോഗം മൂർച്ഛിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരുന്നു കലാഭവൻ മണി. ആശുപത്രിയിലായിരിക്കുന്ന ബിയർ ആവശ്യപ്പെട്ട മണിക്കൊപ്പം പെപ്സി വാങ്ങി ബിയർ കുപ്പിയിൽ ഒഴിച്ചു നൽകിയെന്നും ആരോഗ്യം വഷളായപ്പോൾ ബൈസോസ്കോപ്പിൻ കുത്തിവെച്ചു എന്നാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ പറഞ്ഞിരുന്നു. കലാഭവൻ മണിയുടെ ഒപ്പമുണ്ടായിരുന്നവർ ചെയ്ത കാര്യങ്ങൾ ദുരൂഹതയുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. സഫാരി ചാനലിൽ മണിയുടെ സാമ്പത്തികപരമായ ചില കാര്യങ്ങളും RLV രാമകൃഷ്ണൻ സംസാരിക്കുന്നുണ്ട്. ചേട്ടൻ ലിവർ സിറോസിസ് ഉണ്ടെന്ന് ഞാനറിയുന്നത് വിഡ്രോവൽ സിൻഡ്രോം കാരണം അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ്. ആ സമയത്തും ചേട്ടൻ്റെ സുഹൃത്തുക്കളായ ആളുകൾ എന്നെ ഡോക്ടറോട് സംസാരിക്കുന്നതിൽ നിന്നും തടഞ്ഞിരുന്നു. നീ അകത്തേക്ക് കയറണ്ട, ഇവിടെ നിന്നോ എന്ന് പറയും. ഞാൻ നിർബന്ധിച്ചിട്ട് പോലും എന്നെ സമ്മതിച്ചില്ല. അസുഖമുണ്ടെന്നും മരുന്ന് കഴിക്കുന്നുണ്ടെന്നും കൃത്യമായി എനിക്കറിയാമായിരുന്നു. മറ്റുള്ളവർക്ക് മദ്യം കഴിക്കാൻ വേണ്ടി സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ സ്ഥിതിയുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ചേട്ടൻ്റെ സുഹൃത്തുക്കളോട് കശപിശ ഉണ്ടാക്കിയേണ്ടി വന്നിരുന്നു. അതിന് എന്നെ ചേട്ടൻ ചീത്ത പറഞ്ഞിരുന്നു. ചേട്ടൻ മദ്യപാനം വേണ്ടെന്ന് വെച്ച് മാറിയിരുന്നാലും അദ്ദേഹത്തെ ഇതിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ അവിടെ നടന്നിരുന്നു എന്നതാണ് വാസ്തവം. സിനിമയിൽ അഭിനയിച്ച പ്രതിഫലം ചേട്ടൻ ഭാര്യയ്ക്കും മറ്റും നൽകിയിരുന്നു. പക്ഷേ അതിനപ്പുറത്ത് പരിപാടിക്ക് പോകുന്നതും മറ്റും സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി എന്താണ് നടന്നതെന്ന് അറിയില്ല. പല സമയത്തും അവിടെ പൈസ മോഷണം പോയെന്നും കാണുന്നില്ലെന്നും പറഞ്ഞ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. പലർക്കും പൈസ കടം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ചേട്ടൻ മരിച്ച ശേഷം പല കോളുകളും നമ്മൾക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ പലയിടങ്ങളിൽ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സാമ്പത്തികമായി പലർക്കും കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. പക്ഷേ നേരിട്ടൊന്നും ഇതൊന്നും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെയുണ്ടായിരുന്ന കുറേ ആളുകളുമായി സംസാരിച്ച് നമുക്ക് വിവരം തന്നു. പലരുടെ കയ്യിലും അദ്ദേഹത്തിൻ്റെ സാമ്പത്തികം ഉണ്ടാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് ചേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് പോയപ്പോൾ അവരൊക്കെ എതിരാകും, നമുക്ക് വളരെ മോശമായ രീതിയിൽ ഞങ്ങൾ സാമ്പത്തികം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുകയും ചെയ്തു. വളരെയധികം മാനസികമായി അത് വേദനിപ്പിക്കുകയും ചെയ്തു.